ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും സാദരപ്രണാമം. ഒരു കഥ കേൾക്കാട്ടോ. ദ്വാരകയിൽ നടന്ന കഥ. കണ്ണനോട് ഗോപികമാർക്കും രാധാറാണിക്കുള്ള അടങ്ങാത്ത പ്രേമഭക്തിയുടെ കഥ കേൾക്കാം. ദ്വാരകയിലെ കൃഷ്ണഭക്തിമാരെല്ലാം ഭഗവാന്റെ ചുറ്റും കൂടിയിരുന്നു. എല്ലാവരോടും ഓരോ നർമ്മങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും ചിരിപ്പിച്ചൊക്കെ ചതുരംഗമൊക്കെ കളിച്ച് ത്രിലോകീകസ്ഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ദ്വാരകയിലെ ഇതുപോലെ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. എപ്പോൾ ഒത്തുകൂടി സംസാരിക്കുമ്പോഴും കൃഷ്ണന് ഗോപികമാരുടെ സ്നേഹത്തെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. ഇത്തവണയും ഗോപികമാരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേ സത്യഭാമ ചോദിച്ചു, അങ്ങ് വൃന്ദാവനം വിട്ടു പോന്നിട്ട് ഒരുപാട് കാലമായില്ലേ? ഇപ്പോഴും ഗോപികമാരുടെ സ്നേഹത്തെപ്പറ്റി പാടി പുകഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നത് അങ്ങ് അറിയുന്നില്ലെന്നാണോ? ഇച്ചിരി കുശുമ്പൊക്കെ കൂടിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ് കണ്ണനോട്. അങ്ങ് അറിയുന്നില്ലെന്നാണോ? ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു. അതല്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയുന്നു എന്നു മാത്രം. എങ്കിൽ ശരി, നമുക്ക് ഇനി അല്പനേരം ചതുരംഗം കളിക്കാം. കൃഷ്ണഭക്തിമാർ ഒരു ഭാഗത്തും ഭഗവാൻ മറുഭാഗത്തും ഇരുന്ന് കളി തുടങ്ങി. കളിക്കിടയിൽ പെട്ടെന്ന് ഭഗവാൻ നെറ്റിയിൽ കൈവച്ചു കണ്ണടച്ചിരുന്നു. കൃഷ്ണഭക്തിമാർ പരിഭ്രമത്തോട് ചോദിച്ചു, എന്തു പറ്റി? എന്താന്നറിയില്ല, പെട്ടെന്നൊരു കടുത്ത തലവേദന. എല്ലാവരും വേവലാതിയോടെ കൃഷ്ണനെ നോക്കി. കടുത്ത തലവേദന കൊണ്ട് ഭഗവാൻ വിഷമിക്കുന്നു. രുക്മിണി ദേവി ഭഗവാനെ എഴുന്നേൽപ്പിച്ച് സംഭ്രമഞ്ചകട്ടിലിൽ കിടത്തി. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തു ചെയ്യണമെന്നറിയാതെ കൃഷ്ണഭക്തിമാർ വിഷമിച്ചു. കൃഷ്ണന്റെ മനോഹരമായ മോഹന നയനങ്ങൾ ചുവന്നു കലങ്ങിയിരിക്കുന്നു. എപ്പോഴും മൃദുമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകൾ വേദന കടിച്ചമർത്തുന്നു. തിരുമുഖം ആകെ വിവശമായി. അവർ ഭഗവാന്റെ തിരുനെറ്റിയിൽ പനിനീർ കൊണ്ട് തടവുകയും വീശിക്കൊടുക്കുകയും എല്ലാം ചെയ്തു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ സമയം നാരായണനാമം മുഴക്കിക്കൊണ്ട് ശ്രീ നാരദ മഹർഷി അവിടേക്ക് വന്നു. നാരായണ 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 രാധേ ഗോവിന്ദ. എല്ലാവരും പരിഭ്രമത്തോടെ നാരദരുടെ ചുറ്റും കൂടി. കാര്യം പറഞ്ഞു. സർവ പ്രപഞ്ചത്തിൻ്റെയും വേദന മാറ്റുന്ന കണ്ണന് തലവേദനയോ? ശ്രീനാരദർ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. നാരദർക്ക് വേദനയുടെ കാരണം മനസ്സിലായി. അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാണിയിൽ പിടിച്ച് അല്പസമയം കണ്ണടച്ചിരുന്നു. ശ്രീകൃഷ്ണനെ പോലെ സദാ പുഞ്ചിരിയോടെ ഇരിക്കുന്ന ശ്രീനാരദരുടെ മുഖത്തും ഗൗരവം നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ തലവേദന അപൂർവവും ശക്തവും വളരെ ഗൗരവമേറിയതുമാണ്. ഇത് മാറ്റണമെങ്കിൽ ഒരേയൊരു ഒറ്റമൂലി മാത്രമേ ഉള്ളൂ. രുക്മിണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ദിവ്യ ഔഷധം എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാൻ എൻ്റെ അച്ഛൻ്റെ കരുത്തരായ പടയാളികൾ പോകും. സത്യഭാമ വേവലാതിയോടെ പറഞ്ഞു. മഹാമുനെ, എന്തായാലും വേഗം പറഞ്ഞാലും. എത്ര വിലയേറിയ മരുന്നാണെങ്കിലും അത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എൻ്റെ അച്ഛന് ദിവസവും 108 ഭാരം സ്വർണം ലഭിക്കുന്ന സെമന്തകം കൈവശമുണ്ട്. ജാമ്പവതിയും പറഞ്ഞു, മഹാമുനെ, വേഗം പറയൂ. എൻ്റെ അച്ഛൻ്റെ കരുത്തും കഴിവും അങ്ങേക്കറിയാമല്ലോ. ഏത് വിധവും അദ്ദേഹം എത്ര വലിയ വനത്തിനുള്ളിൽ നിന്ന് പോലും മരുന്ന് കൊണ്ടുവന്നു നൽകും. ഇങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങിയപ്പോൾ നാരദർ പറഞ്ഞു, കൃഷ്ണപ്രേയസിമാരെ,
നിങ്ങളുടെ ശുഷ്കാന്തിയും സ്നേഹവും എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ വ്യാധി ഒരു പ്രയാസവും കൂടാതെ നിഷ്പ്രയാസം മാറ്റാനും സാധിക്കും. മരുന്ന് ഇവിടെ തന്നെ ഉണ്ട്, സുലഭമാണ്. എങ്കിൽ വേഗം പറയൂ മഹർഷി, ഞങ്ങൾക്ക് ഈ വിഷമം കണ്ടു നിൽക്കാൻ വയ്യ. ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നവരുടെ കാൽപാദത്തിനടിയിലെ മൺതരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പൂശുകയും ശിരസിലിടുകയും ചെയ്താൽ ആ നിമിഷം ഈ വേദന ശമിക്കും. പക്ഷേ അത് ചെയ്യുന്നവർക്ക് പാപഫലമായി നരകയാതന അനുഭവിക്കേണ്ടി വരും. നാരദരുടെ വാക്കുകേട്ട് എല്ലാവരും ഞെട്ടി. ഭഗവാന്റെ നെറ്റിയിൽ ഞങ്ങളുടെ കാൽപാദത്തിനിടയിലെ മണ്ണോ? അത് ചിന്തിക്കാൻ കൂടി ആർക്കും കഴിഞ്ഞില്ല. മാത്രല്ല, പാപഫലമായി നരകയാതന അനുഭവിക്കേണ്ടി വരും. വേറെ ഒരു മരുന്നും ഇല്ലേ മഹാമുനെ? ഇല്ല, ഈ വേദനയ്ക്ക് വേറെ ഒരു പരിഹാരവും ഇല്ല. ദേവിമാരെ, ഇതാ ഭഗവാൻ വേദന കൊണ്ട് പുളയുന്നു. ആരെങ്കിലും വേഗം മരുന്ന് നൽകൂ. എല്ലാവരും ധർമ്മസങ്കടത്തിലായി. അപ്പോഴതാ പുറത്തു നിന്നും നാമജപം മുഴങ്ങുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. എല്ലാവരും എന്താണെന്നറിയാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ കണ്ണൻ്റെ രാധയോടുകൂടി ഗോപികമാരെല്ലാം നാമം ജപിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് വരുന്നു. നാരദരെ കണ്ടതും രാധാദേവിയുടെ സഖിമാരുടെയും നാരദരുടെ അടുത്തേക്ക് ഓടിയെത്തി. മഹാമുനെ, ഞങ്ങളുടെ കണ്ണന് എന്തു പറ്റി? കണ്ണൻ്റെ മനോഹരമായ മോഹനനയങ്ങൾ ചുവന്നു കലങ്ങിയിരിക്കുന്നു. ഇപ്പോഴും മൃദുമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകൾ വേദന കടിച്ചമർത്തുന്നു. തിരുമുഖം ആകെ വിവശമായിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ വേദന സഹിക്കാൻ വയ്യ. കൃഷ്ണഭക്തിമാർ അത്ഭുതത്തോടെ ഗോപികമാരെ നോക്കി. ഭഗവാന്റെ വേദന വൃന്ദാവനത്തിരുന്ന ഇവർ അറിഞ്ഞുവെന്ന വിശിഷ്ടമായ ആഭരണങ്ങൾ ഒന്നും അണിയാതെ കേവലം തുളസിമാല ധരിച്ച് ഗോപീചന്ദനം തൊട്ടിട്ടും എല്ലാവർക്കും എന്തൊരു സൗന്ദര്യം! ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ സൗന്ദര്യം രാധയ്ക്കോ? ഗോപികമാരെ കണ്ട് മത്തി മറന്ന് കൃഷ്ണൻ്റെ അസുഖം മറന്നുപോയി. ഹരേ ശ്യാമ മോഹന മമ ഹൃദയേശ്വര, ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കണ്ണ. രാധയുടെ ഹൃദയം പൊട്ടി കരച്ച് കൃഷ്ണഭക്തിമാരെ ഉണർത്തി. ശ്രീനാരദർ ഗോപികമാരോട് പറഞ്ഞു, കൃഷ്ണസഖിമാരെ, അപൂർവവും ശക്തവും വളരെ ഗൗരവമേറിയതുമായ ഒരു തലവേദന കണ്ണനെ പിടികൂടിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ കാൽപാദത്തിനടിയിലെ മൺതരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പൂശുകയും ശിരസിലിടുകയും ചെയ്താൽ ആ നിമിഷം ഈ വേദന ശമിക്കും. പക്ഷേ ബാക്കി കേൾക്കാൻ നിൽക്കാതെ രാധയും ഗോപികമാരും തങ്ങളുടെ കാലിനടിയിലെ മണ്ണെടുത്തപ്പോൾ ശ്രീനാരദർ പറഞ്ഞു, കൃഷ്ണപ്രേമികളെ മുഴുവനും കേട്ടിച്ച് ചികിത്സിച്ചാൽ ഫലം ചെയ്യൂ. മൺപൊടി രാധയുടെ കൈകളിൽ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, വേഗം പറയൂ, ഞങ്ങളുടെ കണ്ണൻ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ കരുത്തില്ല. നാരദർ പറഞ്ഞു, അത് ചെയ്യുന്നവർക്ക് പാപഫലമായ നരകയാതന അനുഭവിക്കേണ്ടി വരും. അത് കേട്ടിട്ടും യാതൊരു കുസവും കൂടാതെ രാധാദേവി കൽപ്പൊടിയുമായി കണ്ണൻ്റെ അടുത്തേക്ക് ഓടി. കൃഷ്ണൻ്റെ ശിരസ്സെടുത്തു മടിയിൽ വെച്ച് നെറ്റിയിലും മൂർധാവിലും കാൽപ്പൊടി പൂശി. രാധയുടെ കണ്ണീർ ധാര ആ കണ്ണൻ്റെ നെറ്റിയിലേക്ക് പ്രേമഗംഗ പോലെ ഒഴുകി. ആ പ്രേമഗംഗാതീർത്ഥം കൊണ്ട് മുഖം കഴുകിയ കണ്ണൻ പുഞ്ചിരിയോട് കൂടുതൽ ശോഭയോടെ എഴുന്നേറ്റിരിക്കുന്നു. ഗോപികമാരുടെ മനം തെളിഞ്ഞു. രാധാദേവി പറഞ്ഞു, നാരദ മഹർഷി, ഞങ്ങൾക്കൊന്നേ വേണ്ടൂ, ഞങ്ങളുടെ കണ്ണൻ സന്തോഷത്തോടെ ഇരിക്കണം. കണ്ണൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എത്ര ജന്മങ്ങൾ നരകത്തിൽ കിടക്കാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഞങ്ങൾ ഈ പാപഫലങ്ങളെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഗോപികമാരുടെ അത്യത്ഭുതമായ കൃഷ്ണപ്രേമം കണ്ട് കൃഷ്ണഭക്തിമാർ അത്ഭുതത്തോടെയും ആദരവോടെയും അവരെ നോക്കി. നാരദ മഹർഷി
ഗോപി തമ്പുരാട്ടിമാരുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പുണ്യവതികളെ, നിങ്ങൾ കൃഷ്ണപ്രേമത്തിനു മുമ്പിൽ ഒരു പാപവും നിൽക്കില്ല. സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ ഇല്ലാതാവുന്ന മഞ്ഞുതുള്ളി പോലെ എല്ലാ പാപവും ഇല്ലാതാവും. ഉദ്ധവരെ പോലെ അടിയനും കൃഷ്ണഭക്തിക്കായി ഗോപീചരണാരവിന്ദ പരമാണുക്കൾക്കായി നമിക്കുന്നു. ആ ചരണ പരമാണുക്കൾ അടിയൻ്റെ ശിരസിൽ ധരിക്കാൻ അനുഗ്രഹിച്ചാലും നമുക്കും രാധാചരണങ്ങളിൽ ഗോപികാചരണങ്ങളിൽ നമിക്കാം. ശ്രീകൃഷ്ണപ്രേമം ഉണ്ടാവണേ. പുണ്യം നിറഞ്ഞ വൃന്ദാവനത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ചു ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമേ. ഹരേ കൃഷ്ണ. രാധേ രാധേ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.